الحمد لله نعبده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منكما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, സർവശക്തനായ അള്ളാഹുവിനെ തൻ്റെ രഹസ്യ പരസ്യ ജീവിത നിലപാടുകളിൽ സൂക്ഷിച്ച് അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് മുത്തഖികളായി ജീവിക്കണമെന്ന് എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ഉണർത്തുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ സദഖയുടെ പ്രാധാന്യവും അതിൻ്റെ ശ്രേഷ്ഠതയും അതൊരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന സ്വാധീനവും അല്പസമയമെടുത്ത് ഞാൻ വിശദീകരിക്കേണ്ടായി. എന്നാൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു സ്വഭാവം, സദഖയുമായി തന്നെ ബന്ധപ്പെട്ടുള്ള ഒരു സ്വഭാവം, അത് തിരുത്തപ്പെടേണ്ട സ്വഭാവമാണ്. ആ സ്വഭാവം എന്താണ് എന്ന് വെച്ചാൽ, നാം ആർക്കാണോ ഗുണം ചെയ്യുന്നത്, ആർക്കാണോ നാം ഉപകാരം ചെയ്യുന്നത്, ആ ഉപകാരം എടുത്ത് പറഞ്ഞുകൊണ്ട് ഉപകാരം സ്വീകരിച്ചവനെ അപമാനിക്കുക. ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ഉപകാരം എടുത്തു പറയാനും അതിൻ്റെ പേരിൽ പെരുമ നടിക്കാനും അവകാശമുള്ളവൻ അള്ളാഹു മാത്രമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യ രാശിയെ, അതിൽ അവൻ തിരഞ്ഞെടുത്ത ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകി. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പലർക്കും പല ഉപകാരങ്ങളും ചെയ്യുന്നു. ചോദിക്കുമ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ചൊരിഞ്ഞു തരുന്നു. ഈ അനുഗ്രഹദാതാവായ അള്ളാഹുവിന് അവകാശപ്പെട്ട ഒന്നാണ് അവൻ ചെയ്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരിക്കൽ സഹാബാക്കളിൽ നിന്ന്, ആളുകളിൽ നിന്ന് ചില വർത്തമാനങ്ങൾ സംഭവിക്കുകയുണ്ടായി. അപ്പോൾ ഞങ്ങൾ ക്ഷണപ്രകാരം, താങ്കളുടെ ദഅവത്ത് പ്രകാരം ഇസ്ലാം മതം സ്വീകരിച്ചില്ലേ, ഞങ്ങളൊക്കെ മുസ്ലിങ്ങളായി തന്നില്ലേ എന്ന അർത്ഥത്തിൽ വളരെ ശക്തമായി ഈമാനൊന്നും ഹൃദയത്തിൽ അങ്ങനെ വേരോടിയിട്ടില്ലാത്ത ആളുകളിൽ നിന്നൊരു അഭിപ്രായം ഉയർന്നു വന്നു. അത് ഞങ്ങൾ ചെയ്ത വലിയൊരു സേവനല്ലേ എന്ന അർത്ഥത്തിൽ. ഉടനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജറാത്തിൻ്റെ അവസാനം അതിനെ വിമർശിച്ചു. എന്താ പറഞ്ഞത്? യമുന്നൂന അലൈക്കാൻ അസ്ലമു കുല്ലാ തമുന്നു അലൈ ഇസ്ലാമക്കും
ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാനി ഇൻ കുന്തും സാദിഖീൻ. യമുന്നൂന അവർ എടുത്തു പറയുന്നു, അൻ അസ്ലമു അവർ മുസ്ലിങ്ങളായി തന്നു, ഇസ്ലാം മതം സ്വീകരിച്ചു എന്ന ഒരു മഹത്തായ കാര്യം അത് അവർ ചെയ്തു തന്ന വലിയൊരു നടപടിയാണെന്ന നിലക്ക് അവർ അത് എടുത്തു പറയുന്നു. കുൽ അവരോട് പറയണം, ലാ തമുന്നു അലയ്യ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറയുന്ന ആ കാര്യം എൻ്റെ പേരിൽ നിങ്ങളുടെ ഒരു വലിയ സേവനമായി നിങ്ങൾ എടുത്തു പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാനി, ഈ ഈമാനിലേക്കും ഈ വിശ്വാസത്തിലേക്കും നിങ്ങൾക്ക് വഴി കാണിച്ച അള്ളാഹുവിനാണ് അതിൻ്റെ അവകാശം. ബലില്ലാഹു യമുന്നു അലൈക്കും അൻ ഹദാക്കും ലിൽ ഈമാൻ, നിങ്ങൾക്ക് ഈമാനിന് വഴി കാണിച്ച, നിങ്ങളെയൊക്കെ മുഅ്മിനീകളാക്കി തീർന്ന, സന്മാർഗം നിങ്ങൾക്ക് നൽകിയ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എടുത്തു പറയാൻ അവകാശപ്പെട്ടവനാണ്. ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾ സത്യസന്ധരാണെങ്കിൽ. അപ്പം മിന്നത്ത്, ഉപകാരം എടുത്തു പറയുക എന്നത് മനുഷ്യർക്ക് ഒരിക്കലും അവകാശപ്പെട്ടതല്ല. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് അവകാശപ്പെട്ടതാണെന്നല്ല, അർഹതയുണ്ട് താനും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം എടുത്തു പറഞ്ഞത്. അള്ളാഹുവിൻ്റെ ഒരുപാട് നാമങ്ങളിൽ ഒരു നാമമാണ് അൽ മന്നാൻ. നമ്മൾ അബ്ദുൽ മന്നാൻ എന്നൊക്കെ പേരിടാറില്ലേ? അൽ മന്നാൻ ധാരാളമായി ഉപകാരം ചെയ്ത് ആ ഉപകാരത്തെക്കുറിച്ച് പ്രഖ്യാപനം നടത്തുന്ന ആളാണ്. അൽ മന്നാൻ അനുഗ്രഹം നൽകുന്നവനാണ്, അനുഗ്രഹദാതാവാണ്. അതാണ് മന്നാൻ എന്ന് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് തന്നെ ഈ അൽ മന്നാൻ എന്ന സിഫത്ത് ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥന നടത്തിയാൽ, ദഅവത്ത് ദുആ ചെയ്താൽ അത് അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ദുആ ആണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ നബി പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഒരു സഹോദരൻ ഇപ്രകാരം പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ല അൻത അൽ മന്നാൻ ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം. ഇതാണ് അദ്ദേഹം പ്രാർത്ഥന പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത്? അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ല അൻത, നീ അല്ലാതെ വേറെ ഒരു ആരാധ്യനുമില്ല. അൽ മന്നാൻ ധാരാളമായി അനുഗ്രഹിക്കുന്നവനെ, ബദിഉസ് സമാവാതി വൽ അർദ് ആകാശങ്ങളെയും ഭൂമിയെയും മുമ്പ് ഒരു മാതൃക കാണാതെ, ആരെങ്കിലും മുമ്പ് സൃഷ്ടിച്ചത് നോക്കിയല്ലാതെ ഒരു മാതൃകയുമില്ലാതെ സൃഷ്ടിച്ചവനെ, ദൽ ജലാലി വൽ ഇക്റാം അങ്ങേയറ്റത്തെ ബഹുമാന്യതയും മഹത്വവും ആദരവും ഉള്ളവനെ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. അപ്പം നബി പറഞ്ഞു, ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതദറൂന ബിമ ദഅ അല്ലാഹ്, ആ മനുഷ്യൻ ഏത് ദുആ ഉപയോഗിച്ചുകൊണ്ടാണോ അള്ളാഹുവിനോട് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതദറൂൻ, നിങ്ങൾക്കറിയുമോ അദ്ദേഹം ഏത് പദമാണ്, ഏത് പ്രാർത്ഥനയാണ് നടത്തിയത് എന്ന് നിങ്ങൾക്കറിയുമോ? ദഅല്ലാഹ ബി ഇസ്മിഹിൽ അഅ്ളം, അള്ളാഹുവിൻ്റെ ഏറ്റവും മഹത്തായ ഒരു നാമം കൊണ്ടാണ് അയാൾ പ്രാർത്ഥിച്ചത്. ഇദാ ദുഇയ ബിഹി, അങ്ങനെ നാമം വിളിച്ചു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഒരാൾ ദുആ ചെയ്താൽ, അജാബ, ആ പ്രാർത്ഥനയ്ക്ക് അവൻ ഉത്തരം ചെയ്തു. വഇദാ സുഇല, അത് ആ നാമം കൊണ്ട് ചോദിക്കപ്പെട്ടാൽ, ബിഹി അഅതാ, അവൻ തരും. അപ്പം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് ഉത്തരം കിട്ടണം. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് നമ്മുടെ ചോദ്യങ്ങൾ സ്വീകരിക്കപ്പെട്ട് ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടണം എന്ന് വിചാരിക്കുന്നവർ ഈ ഇസ്മുഹുൽ ആളം, അവൻ്റെ ഏറ്റവും വലിയ പേര് കൊണ്ട് പ്രാർത്ഥിക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ ഇസ്മുഹുൽ ആളം അൽ മന്നാൻ. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ല അൻത അൽ മന്നാൻ ബദിഉസ് സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം എന്ന ആമുഖ കാര്യങ്ങളോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നബി കേട്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടണം എന്ന് ഉദ്ദേശിക്കുന്നവർ ഈ പ്രാർത്ഥന അനുകരിച്ചോ എന്ന് പറഞ്ഞത്. അതുകൊണ്ട് അൽ മന്നാൻ അല്ലെങ്കിൽ മിന്നത്ത്, ഉപകാരങ്ങൾ എടുത്തു പറയാനും ഉപകാരങ്ങൾ ചെയ്യാനും ആ ഉപകാരങ്ങൾ എടുത്തു പറയുവാനും അവകാശപ്പെട്ടവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് തന്നെ ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നൽകിയ ചില ഉപകാരങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒന്ന് കുറവാക്കാൻ നോക്കി. അപ്പോൾ എന്താണ്? ഖാല അലം നുറബ്ബിക ഫീനാ വലീദ വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീന വഫഅൽത ഫഅലതക അല്ലതി ഫഅൽത വഅൻത മിനൽ കാഫിരീൻ. എന്താണ് ഫിർഔൻ പറഞ്ഞത്?
നിന്നെ ചെറുപ്പത്തിൽ ഞങ്ങൾ എടുത്ത് വളർത്തിയില്ലേ? വളരെ കുട്ടിയായിരിക്കുമ്പോൾ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് പരിപാലിച്ച് വളർത്തി വലുതാക്കിയില്ലേ? മാത്രമല്ല വലബിസ്ത ഫീനാ മിൻ ഉംരിക സിനീൻ, മൂസ നിന്റെ പ്രായത്തിൽ വലിയ ഒരു ഭാഗം ഞങ്ങളുടെ വീട്ടിലല്ലേ നീ വളർന്നത്, ഞങ്ങളുടെ ഭക്ഷണം കഴിച്ചല്ലേ നീ വളർന്നത്. മാത്രമല്ല അതൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടും നീ ആ ചെയ്ത അയാൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ ഫിർഔൻ കരുതുന്ന ആ തെറ്റായ പ്രവർത്തനം ചെയ്തു, അഥവാ ആ ഖിബ്തിയെ കൊന്നുകളഞ്ഞു. അതേ പ്രകാരം തന്നെ ഫിർഔനെതിരായി നിന്നു. അങ്ങനെയുള്ള ചെയ്തികളെല്ലാം നീ ചെയ്തു. വഅൻത മിനൽ കാഫിരീൻ, നീ നന്ദി കെട്ടവനാണ് എന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മുഖത്ത് നോക്കി ഫിർഔൻ പറഞ്ഞു. അപ്പോൾ യഥാർത്ഥത്തിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നന്ദി കെട്ടവനാണോ? അല്ല. എന്താണ് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തതിൻ്റെ കാരണം? ബനൂ ഇസ്രായേൽ വർഗത്തെ, ബനൂ ഇസ്രായേൽ വിഭാഗത്തെ അടിമകളാക്കി വെക്കുകയും അവരിലെ ജനിക്കുന്ന ആൺകുട്ടികളെ മുഴുവൻ കൊല്ലുകയും പെൺകുട്ടികൾക്ക് മാത്രം ജീവിക്കാൻ അവകാശം നൽകുകയും, അത് അയാളുടെ ഒരു പ്രിൻസിപ്പിൾ, അയാളുടെ ഒരു തത്വമാണ്. അങ്ങനെയാണ് സ്വീകരിച്ച് ആ നടപടി നടപ്പാക്കിയപ്പോൾ ബനൂ ഇസ്രായേൽ വർഗത്തിന് അടിമത്വം കൊടുത്തുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചപ്പോൾ അതിന് പകരമായിട്ടാണ് അവരെ രക്ഷപ്പെടുത്താൻ മൂസാ നബി ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തോട് മറുപടി പറഞ്ഞത്, മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഖാല ഫഅൽതുഹാ ഇദൻ വഅന മിനൽ ളാലിൻ, അങ്ങനെ ഒരു മനുഷ്യനെ കൊന്നുപോയ സന്ദർഭത്തിൽ എനിക്ക് ഹിദായത്തുണ്ടായിരുന്നില്ല, ഞാൻ വഴി പിഴച്ച ആളുകളുടെ കൂട്ടത്തിലായിരുന്നു, ശരിയായ മാർഗം അറിയാത്തവനായിരുന്നു. ഫറർതു മിൻകും ലമ്മാ ഖിഫ്തുക്കും, നിങ്ങൾ എന്നോട് പ്രതികാര നടപടി സ്വീകരിക്കും എന്ന് ഞാൻ ഭയപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് ഓടിപ്പോയി. ഫവഹബ ലീ റബ്ബി ഹുക്മാ, പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും സുപ്രധാനമായ ആ ജ്ഞാനം എനിക്ക് നൽകി. വജഅലനീ മിനൽ മുർസലീൻ, ദൈവദൂതന്മാരുടെ കൂട്ടത്തിൽ ഒരാളായി എന്നെ നിശ്ചയിച്ചു. വതിൽക നിഅമത്തുൻ തുമന്നുഹാ അലയ്യ അൻ അബ്ബത ബനി ഇസ്രായീൽ, അതുകൊണ്ട് എന്നെ ഈ കൊട്ടാരത്തിൽ സ്വീകരിക്കുകയും പോറ്റി വളർത്തുകയും ചെയ്യുക എന്നത് എൻ്റെ പേരിൽ ചെയ്തൊരു ഉപകാരം എടുത്തു പറയുകയാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടില്ല അൻ അബ്ബത ബനി ഇസ്രായീൽ, ബനി ഇസ്രായേൽ വർഗത്തെ അടിമകളാക്കി വളരെ ക്രൂരമായി അവരെ പീഡിപ്പിച്ച നിങ്ങൾക്കെങ്ങനെ ഈ ഉപകാരം എടുത്തു പറയാൻ സാധിക്കും? അതിന് അവകാശമില്ല എന്ന രൂപത്തിലാണ് മൂസാ നബി അലൈഹി സ്വലാം പ്രതികരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം എന്തെങ്കിലും ഒരാൾക്ക് ഒരു ഉപകാരം ചെയ്താൽ അത് എടുത്തു പറയുന്നത്, മനുഷ്യരെടുത്തു പറയുന്നത് അത് മോശമാണ്. അബ്സത്ത ബിൽ മന്നി മാ അസ്ദൈത മിൻ ഹസനിൻ ലൈസൽ കരീമു ഇദാ അസ്ദാ ബി മന്നാനി, നീ മുഴുവൻ വസാദാക്കി. ഏതെങ്കിലും ഒരു മനുഷ്യന് ഉപകാരപ്പെട്ടിട്ട്, ഒരു ഉപകാരം ചെയ്തിട്ട്, ഞാൻ നിനക്കത് ചെയ്തില്ലേ, നിനക്കിത് ചെയ്തില്ലേ, നിനക്കങ്ങനെ സഹായിച്ചില്ലേ എന്നൊക്കെ നീ പറയുകയാണെങ്കിൽ മാ അസ്ദൈത മിൻ ഹസനി, നീ പ്രവർത്തിച്ച ആ നന്മയെ മുഴുവനും നീ ഫസാദാക്കി കളഞ്ഞു. ലൈസൽ കരീമു ഇദാ അസ്ദാ ബിമന്നാനി, മാന്യനായ മനുഷ്യൻ ആർക്കെങ്കിലും ഒരു പ്രയോജനം ചെയ്താൽ അതൊരിക്കലും എടുത്തു പറയുന്നവനല്ല എന്ന് ഒരു കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ വളരെ ആക്ഷേപാർഹമായ കാര്യമാണ് ചെയ്ത ഉപകാരം എടുത്തു പറയാന്നുള്ളത്. നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു സൂറത്തുൽ ബഖറയുടെ 263, 264 വചനത്തിൽ, ഖൗലുൻ മഅറൂഫ് വമഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസി വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫമസലുഹു കമസലി സഫ്വാൻ അലൈഹി തുറാബുൻ ഫഅസാബഹു വാബിലുൻ ഫതറകഹു സൽദാ ലാ യഖ്ദിറു അലാ ശൈഇൻ മിമ്മാ കസബു വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. ഖൗലുൻ മഅറൂഫ്, നല്ലത് പറയാം. വമഗ്ഫിറ, മാപ്പ് കൊടുക്കുക. ഖൈറുൻ മിൻ സദഖത്തിൻ യത്ബഉഹാ അദൻ, ആർക്കെങ്കിലും സദഖ കൊടുത്തിട്ട് സഹായിച്ചിട്ട് പിന്നെ അതിന് പിന്നാലെ സഹായം സ്വീകരിച്ചവന് ഉപദ്രവം ഉണ്ടാക്കുന്ന സ്വഭാവം സ്വീകരിക്കുകയാണെങ്കിൽ അതിനേക്കാൾ നല്ലത് ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറ, ചോദിച്ച് വരുന്നവനോട് മാന്യമായി അവനോട് സംസാരിക്കുക. അതുപോലെ തന്നെ ചോദിച്ച് കൊടുക്കാനില്ലാതെ അവൻ ആക്ഷേപിക്കുമ്പോൾ അതിന് പ്രത്യുത മറുപടി പറയാതെ അത് ക്ഷമിച്ച് കളയുക, അതാണ് മഗ്ഫിറ എന്ന് പറഞ്ഞ അർത്ഥം. അപ്പോൾ ചോദിക്കാൻ പല ആളുകളും നമ്മോട് ചോദിക്കും, ചിലപ്പോൾ നമുക്ക് കൊടുക്കാൻ ഉണ്ടാവില്ല.
അപ്പോൾ അയാൾ ചിലപ്പോൾ പല അധിക്ഷേപങ്ങളും പറഞ്ഞെന്ന് വരും നമ്മളെക്കുറിച്ച്. പക്ഷേ അപ്പോൾ ക്ഷമിക്കണം. അതാണ് ഏറ്റവും നല്ലത്. ഖൈറു മിൻ സദഖ, ഒരു സദഖയേക്കാൾ യത്ബഉഹ അദൻ, സദഖവും കൊടുക്കും, വലിയ ഉദാരമതിയായി സംഭാവന ചെയ്യും. പക്ഷെ അതിൻ്റെ പിറകെ ഉപദ്രവമുണ്ടാകും. ഈ സംഭാവന സ്വീകരിച്ചവന് മാനസിക പ്രയാസമുണ്ടാക്കുന്നതും മറ്റു വിഷമത്തിലുള്ള സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്നതുമായ സ്വഭാവം സ്വീകരിക്കും. അല്ലാഹു വനിയുൻ ഹലീം, അള്ളാഹു ഐശ്വര്യവാനും തൻ്റെ ഇടത്തോടു കൂടി പ്രവർത്തിക്കുന്നവനുമാണ്, വിവേകമതിയുമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അതുകൊണ്ട് വിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതിക്കും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ ചെയ്യുന്ന സദഖകളെ അത് എടുത്തു പറഞ്ഞുകൊണ്ടും സ്വീകരിച്ചവന് ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടും നിങ്ങൾ ബാത്തിലാക്കരുത്. കല്ലദീ യുൻഫിഖു മാലഹു റിആഅൻ നാസി, ആളുകളെ കാണിക്കാൻ വേണ്ടി പണം കൊടുക്കുന്നവൻ്റെ മാതിരി. അവൻ അള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് പ്രതിഫലം പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങൾ അവനെ വലിയ ഉദാരനാണ്, വലിയ ധർമ്മിഷ്ഠനാണ് എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തുവാൻ വേണ്ടി, ആളുകളുടെ നല്ല അഭിപ്രായവും കയ്യടിയും കിട്ടാൻ വേണ്ടി ചെയ്യുന്നവനെ പോലെ ആവരുത് നിങ്ങൾ. വലാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അവൻ അള്ളാഹുവിലും മരണാനന്തര ജീവിതത്തിലും അവൻ വിശ്വസിക്കുന്നില്ല. ഫമസലുഹു, അവൻ്റെ ഈ ഉദാരത അല്ലെങ്കിൽ സദഖ, അതിൻ്റെ ഉദാഹരണം ഇതുപോലെ കമസലി സഫ്വാൻ, ഒരു പാറ പോലെയാണ്, ഒരു മിനുസമുള്ള പാറ. അലൈഹി തുറാബുൻ, ആ പാറപ്പുറത്ത് കുറച്ച് മണ്ണുണ്ട്. അസാബഹു വാബിലുൻ, കോരിച്ചുരുന്ന മഴ പെയ്തു. അങ്ങനെ ഫതറക്കഹു സൽദ, ആ മഴ വെള്ളത്തിൽ പാറപ്പുറത്തുള്ള മണ്ണ് മുഴുവൻ ഒലിച്ചുപോയി, ഒരു മണ്ണും പിന്നെ അവിടെ ഇല്ല. അതേ പ്രകാരം ഇവൻ ചെയ്ത സദഖകൾ മുഴുവനും ബാത്തിലായി. ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ, അതുകൊണ്ട് അവർ സമ്പാദിച്ച, അവർ പ്രവർത്തിച്ച ഒന്നും അവർക്ക് പ്രയോജനപ്പെടുന്നില്ല. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ, കാഫിറുകളായ ഒരാളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കരുതിക്കൂട്ടി ദൈവനിഷേധം സ്വീകരിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഹിദായത്ത് കൊടുക്കുകയില്ല. സഹോദരന്മാരെ, വലിയ ഗുണപാഠങ്ങളാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു ധരിച്ചൊരു ഹദീസിൽ കാണാം, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ വലാ യൻദുറു ഇലൈഹിം വലാ യുസക്കീഹിം വലഹും അദാബുൻ അലീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 3 ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ഖിയാമത്ത് നാളിൽ അവരോട് സംസാരിക്കില്ല, മിണ്ടൂല. വലാ യൻദുറു ഇലൈഹിം, അവരെ തിരിഞ്ഞു നോക്കൂല. വലാ യുസക്കീഹിം, അവരെ സംസ്കരിക്കുകയുമില്ല. ഈ കാര്യങ്ങളൊന്നും അല്ലാഹു ചെയ്യില്ല. അങ്ങനത്തെ 3 ആളുകൾ. വലഹും അദാബുൻ അലീം, അവർക്ക് വേദനിപ്പിക്കുന്ന ശിക്ഷയുണ്ട്. ഖാല, അങ്ങനെ അബൂദർ പറയാണ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു. എന്നിട്ട് ഖാല അബൂദർ, അബൂദർ ചോദിച്ചു, ഖാബു വ ഖസിറു മൻ ഹും യാ റസൂലല്ലാഹ്, അവർ വളരെയധികം പരാജയപ്പെട്ടു, നഷ്ടത്തിൽ കൂപ്പുകുത്തി. അങ്ങനെയുള്ള ഈ നഷ്ടക്കാർ ആരാണ് അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരം പറഞ്ഞു, 3 ആളുകൾ, 1 അൽ മുസ്ബിൽ, 2 അൽ മന്നാൻ, 3 അൽ മുൻഫിഖ് സിൽഅതഹു ബിൽ ഹലഫിൽ കാദിബ്. 1 അൽ മുസ്ബിൽ, നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചെടുക്കുന്നവൻ. അതായത് മണ്ണിലൂടെ നടന്നു പോകുമ്പോൾ അവിടെയുള്ള ചളിയുമൊക്കെ വസ്ത്രത്തിൽ പറ്റത്തക്ക വിധം വസ്ത്രം ഇറക്കി കൊടുക്കുന്നവൻ, അത് പാടില്ല. നെരിയാണിക്ക് മുകളിലാണ് മാ അസ്ഫല മിനൽ കഅബൈനി ഫിന്നാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ ശ്രദ്ധിക്കുക. അവരെ അള്ളാഹു തിരിഞ്ഞു നോക്കുകയില്ല, അവർക്ക് അള്ളാഹു ഒരു സംസ്കരണവും നൽകുകയില്ല എന്നാണ്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ മന്നാൻ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരാൾക്കൊരു ഉപകാരം ചെയ്താൽ അത് എടുത്തു പറഞ്ഞുകൊണ്ട് ആളുകൾക്കിടയിൽ അവനെ വഷളാക്കുക, അവൻ്റെ മാനം കെടുത്തുക. കൊടുക്കും, പക്ഷേ കൊടുത്താൽ അതിനേക്കാൾ അപ്പുറം അയാൾ ഒരുപാട് വിഷമങ്ങൾ സഹിക്കേണ്ടി വരും വാങ്ങിയ ആൾ. അങ്ങനെയുള്ള മന്നാൻ, അത് അവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ഒരനുഗ്രഹം ചെയ്യുകയില്ല. 3-ാമത്തവൻ എന്താണ്? അൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹൽഫിൽ കാദിബ്, സാധനം ചരക്ക് വളരെ മോശമായിരിക്കും, പക്ഷെ ഇവനങ്ങ് സത്യം ചെയ്യും. എന്താണ് ഈ സാധനം? കൊണ്ടുപോയ ആളുകളൊക്കെ പിന്നെയും വന്ന് വാങ്ങുകയാണ്. എന്നിട്ട് അതിന് കുറേ സത്യം ചെയ്ത് അല്ലാഹി എന്ന് പറഞ്ഞിട്ട് ഈ മോശപ്പെട്ട സാധനം, ഈ ഡ്യൂപ്ലിക്കേറ്റ്, അത് വളരെ ഒറിജിനലാണ് എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്തുകൊണ്ട് അയാളുടെ ചരക്ക് ചിലവാക്കും. ഇങ്ങനെയുള്ള കച്ചവടക്കാരൻ ഈ 3 ആളുകളെയും, തുണി താഴ്ത്തി കൊടുക്കുന്നവനെയും, ചെയ്ത ഉപകാരം എടുത്തു പറയുന്നവനെയും, കള്ളസത്യം കൊണ്ട് ചരക്ക് ചിലവാക്കുന്നവനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ തിരിഞ്ഞു നോക്കുകയില്ല.
അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസത്തുൻ ലാ യൻദുറുല്ലാഹു അസ്സ വജല്ല ഇലൈഹിം യൗമൽ ഖിയാമ. മൂന്നാളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ഖിയാമത്ത് നാളിൽ തിരിഞ്ഞു നോക്കുകയില്ല. ഒന്ന് അൽ ആഖു ലിവാലിദൈഹി, മാതാപിതാക്കളെ വെറുപ്പിക്കുന്നവൻ, മാതാപിതാക്കളോട് അനാവശ്യം പറയുന്നവൻ, മാതാപിതാക്കളെ അങ്ങേയറ്റം വിഷമിപ്പിക്കുന്നവൻ, പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും ഉമ്മയോടും ബാപ്പയോടും കയർത്ത് സംസാരിക്കുന്നവൻ. ഇതിനാണ് ആഖ് എന്ന് പറയുക. ആഖ് എന്ന് പറയാം. ഉമ്മയും ബാപ്പയും ആദരവർഹിക്കുന്ന ആളുകളാണ്. അവരോട് മാന്യമായിട്ട് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. എന്ന വാക്ക് പോലും ഒരു മുസ്ലിം അവൻ്റെ മാതാവിനോടും പിതാവിനോടും പറയാൻ പാടില്ല. എന്നാൽ അങ്ങനെ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. അതേ പ്രകാരം തന്നെ രണ്ടാമത്തെ ആളായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൽ മർഅത്തുൽ മുതറജ്ജില, പെണ്ണാണ് പക്ഷെ ആണുങ്ങളുടെ ഉടുപ്പാണ്. പെണ്ണാണ്, ആണുങ്ങളുടെ ഉടുപ്പാണ്. പുരുഷവേഷം ധരിക്കുന്ന പെണ്ണ് ഒരിക്കലും അല്ലാഹു സുബ്ഹാനഹു വ തആല അവളെ ധരിക്കരുത്. പുരുഷവേഷം ധരിക്കണം എന്ന് പറഞ്ഞാൽ ആണും പെണ്ണും ഇല്ല എന്നല്ല ഇപ്പോൾ പറയുന്നത്. ആണും പെണ്ണും ഒക്കെ ആർജിച്ചെടുത്തതാണ്, ഒക്കെ നിങ്ങളെ ഭാഗമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ആണും പെണ്ണൊന്നുമില്ല എന്നാണ് ഇപ്പോൾ ഈ വിവരം കെട്ടവർ സമൂഹത്തെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ആണാണ്, പെണ്ണ് പെണ്ണാണ്. അതുകൊണ്ട് ആണിൻ്റെ വേഷം പെണ്ണിന് ധരിക്കുന്നതും പെണ്ണ് ആണിൻ്റെ വേഷം ധരിക്കുന്നതും ഇസ്ലാമിൽ വിരോധിക്കപ്പെട്ട കാര്യമാണ്. രണ്ടു കൂട്ടർക്കും അവരുടെ പ്രകൃതത്തിനനുസരിച്ച വസ്ത്രം അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്, റസൂൽ നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ദയ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? തൻ്റെ സ്വന്തം ഭാര്യ അവിടെ അഴിഞ്ഞാടുന്നത് കണ്ടാൽ ഇയാൾക്ക് യാതൊരു ഉളുപ്പുമില്ല. ഏതെങ്കിലും സമൂഹത്തിൽ മറ്റാണുങ്ങളുമായി കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കുന്നതും മാന്യമല്ലാത്ത അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് അവർ പെരുമാറുന്നതും കണ്ടാൽ പുതിയാപ്പിളക്ക് യാതൊരുവിധ നാണവുമില്ല. അതൊക്കെ നിന്ന് ചിരിച്ചു കൊടുക്കുന്ന, കൈയടിച്ചു കൊടുക്കുന്ന, അതാണ് ദയ്യൂസ് എന്ന് പറഞ്ഞത്. പെൺകോന്തൻ എന്നൊന്നും അവനെക്കുറിച്ച് നമ്മൾ പറയാൻ പറ്റില്ല, അതിനേക്കാൾ മോശം. അപ്പം ആ രൂപത്തിൽ ഇങ്ങനെ ദയ്യൂസായ മനുഷ്യൻ അവനും ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുകയില്ല. വസലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്ന, 3 പേർ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അൽ ആഖുലി വാലിദൈഹി, ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ. രണ്ടാമത്തത് വൽ മുദ്മിനു അലൽ ഖംറി, സ്ഥിരം കുടിയൻ. കള്ള് കുടിച്ചാൽ അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെയും കയറി കുടിക്കും. അങ്ങനെ കള്ളിൽ നിന്ന് മുക്തനാവാത്ത മുദ്മിനായ കള്ളുകുടിയൻ. അതേ പ്രകാരം തന്നെ വല്ല മന്നാനു വിമാഅത്ത, മറ്റുള്ളവർക്ക് ചെയ്ത ഉപകാരം അത് എടുത്തു പറഞ്ഞ് ആ സ്വീകരിച്ചവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നവൻ. ഇത്തരം കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ വേണം. നിസ്സാരമായ കാര്യങ്ങളല്ല. സഹോദരന്മാരെ, അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് തൻ്റെ ജീവിതത്തെ അള്ളാഹുവിൻ്റെ നിയമത്തിനനുസരിച്ച് രൂപപ്പെടുത്തുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹുൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക വറസൂലിക മുഹമ്മദ് വഅലാ ആലിഹി വസ്ഹബിഹി ലദീന തബഉ ബിഇഹ്സാൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അയ്യുഹൽ ഇഖ്വാനു ഉസീകും സാനിയം തഖ്വല്ലാഹ്. സഹോദരന്മാരെ, ഒന്നുകൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നോടും നിങ്ങളോട് ഞാൻ ഉണർത്തുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ നാം ചെയ്യുന്ന ഉപകാരത്തെ എടുത്തു പറയുന്നത് മോശമാണ്. പക്ഷെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് കിട്ടിയ ഉപകാരത്തെ നമ്മൾ പറയുന്നത് നല്ലതാണ്. ആ മനുഷ്യൻ എനിക്ക് അങ്ങനെ ഉപകാരം ചെയ്തു, ഇങ്ങനെ ഉപകാരം ചെയ്തു, ഞാൻ വളരെ കഷ്ടപ്പെട്ടൊരു സമയത്താണ് എനിക്ക് അയാളുടെ സഹായഹസ്തം വന്നത്, നല്ലൊരു മനുഷ്യനാണ്, എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല, ഞാൻ ചോദിക്കുമ്പോഴൊന്നും എന്നോട് യാതൊരു ദേഷ്യവും കാണിച്ചിട്ടില്ല, പരമാവധി എന്നെ സഹായിച്ചു എന്നൊക്കെ നമുക്ക് ഉപകാരം കിട്ടുന്ന വ്യക്തികളെക്കുറിച്ച്, ഉപകാരം കിട്ടിയ ആൾ സംസാരിക്കുന്നത് ഒരിക്കലും ആക്ഷേപാർഹമല്ല. ചിലപ്പോൾ ഒന്നുകൂടി അത് മറ്റുള്ളവർക്ക് പ്രോത്സാഹനമാകാനും സാധ്യതയുണ്ട്. ഇങ്ങനെ ഉപകാരം ചെയ്താൽ ആ ഉപകാരം ചെയ്യുന്നതിനെ സംബന്ധിച്ച് സമൂഹത്തിൽ ഒരു നല്ല അഭിപ്രായം ആ ചെയ്തവനെക്കുറിച്ച് വേറെ കിട്ടിയവൻ സംസാരിക്കുന്നത് ആക്ഷേപാർഹമായ കാര്യമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യശ്കുറുന്നാസ വമൻ ലാ യശ്കുറുന്നാസ ലാ യശ്കുറുല്ലാഹ്. ജനങ്ങൾക്ക് നന്ദി കാണിക്കാത്തവൻ, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹു നന്ദി കാണിക്കുകയില്ല എന്നൊരു ഹദീസ് വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, ഖാല ഖതബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നാസ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ച് ഒരു പ്രസംഗത്തിൽ നബി പറയുകയാണ്. നബിയുടെ ജീവിതത്തിൻ്റെ അവസാന സമയത്ത് ചെയ്ത ഒരു പ്രസംഗമാണ്. എന്താണ് അബൂബക്കറിനെ കുറിച്ച് ആ പ്രസംഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇന്ന മിൻ അമന്നിന്നാസി അലയ്യ ഫീ സുഹബത്തിഹി വ മാലിഹി അബൂബക്കർ.
ധനം കൊണ്ടും സഹവാസം കൊണ്ടും മനുഷ്യരുടെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രയോജനപ്പെട്ടവൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. വലൗ കുന്തു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി ലതഖ്തു അബൂബക്കർ. അല്ലാഹു അല്ലാത്ത ഒരു ഖലീലിനെ, ഒരു കൂട്ടുകാരനെ എനിക്ക് സ്വീകരിക്കാൻ അവകാശമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ആ കൂട്ടുകാരനായി അബൂബക്കറിനെ സ്വീകരിക്കുമായിരുന്നു. വലാകിൻ ഉഖുവത്തു ഫിൽ ഇസ്ലാം, ഞാനും അദ്ദേഹവുമായുള്ള ബന്ധം ഇസ്ലാമിക സാഹോദര്യമാണ്. മവദ്ദത്തുഹു, ആ ഇസ്ലാം മുസ്ലിം പരസ്പരമുള്ള സ്നേഹം, അതാണ് എനിക്കും അദ്ദേഹത്തിന് തമ്മിലുള്ള ബന്ധം. ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദി ബാബുൻ, അതുകൊണ്ട് പള്ളിയിൽ ഇനി ഒരു വാതിലും തുറന്നിടരുത്. ഇല്ലാ സുദ്ദ, അതൊക്കെ അടക്കണം. ഇല്ലാ ബാബ അബീബക്കർ, അബൂബക്കർ കടന്നു വരുന്ന വാത് അത് തുറന്നിരിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ മഹത്വവും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് മുമ്പിൽ കേൾപ്പിച്ചു. ഈ സംസാരമാണ്, ഇത്തരം അഭിപ്രായ പ്രകടനങ്ങളാണ് ഇദ്ദേഹത്തെ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണമായി മാറിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മരണശേഷം നബി ഒരിക്കലും അബൂബക്കറിനെ ഖലീഫയാക്കണം എന്ന് പറഞ്ഞല്ല മരിച്ചുപോയത്. നേരെ മറിച്ച് അദ്ദേഹത്തിൻ്റെ ആ മഹത്വവും പദവിയും മനസ്സിലാക്കി അദ്ദേഹത്തെ സഹാബത്ത് ഖലീഫയായി തിരഞ്ഞെടുത്തതാണ്. അപ്പോൾ സഹോദരന്മാരെ, ഈ കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യാൻ നമ്മൾ മെനക്കെടണം. പക്ഷേ ആ പ്രയോജനം ചെയ്തിരുന്നത് എടുത്തു പറയാൻ പാടില്ല. എന്നാൽ നമുക്ക് പ്രയോജനം ചെയ്ത ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം നാം അതിനെക്കുറിച്ച് അവർക്ക് നന്ദി രേഖപ്പെടുത്തുന്നതും മറ്റുള്ളവരോട് അങ്ങനെയുള്ള ഉപകാരത്തെക്കുറിച്ച് സംസാരിക്കുന്നതും തെറ്റായ കാര്യമല്ല, ഒരു വേള അഭികാമ്യമായ കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സ്വഭാവ രീതികൾ സ്വീകരിക്കുന്ന യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറ വ മുഖാമ. اللهم أصلح لي ديني الذي هو عصمة أمري وأصلح لي دنياي التي فيها معاشي وأصلح لي آخرتي التي فيها معادي واجعل الحياة زيادة لنا في كل خير واجعل الموت راحة لنا من كل شر. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. اللهم صل وسلم وبارك على عبدك رسولك محمد.